ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്? ഇത് മുഴുവൻ ഡിസ്കസ് ചെയ്തു, ഇത് മുഴുവൻ ഡിസ്കസ് ചെയ്തു, ഇതും ഡിസ്കസ് ചെയ്തു, ഇതും ഡിസ്കസ് ചെയ്തു. അപ്പൊ 13 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. 54 പേരും 19 ലൈക്കും ആയിട്ടുള്ളൂ. കണക്ക് അങ്ങോട്ട് ശരിയാവണില്ലല്ലോ, വേഗം അങ്ങോട്ട് ലൈക്ക് അങ്ങ് ചെയ്തേ. അപ്പൊ ദാ നമ്മൾ ഈ 13 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ ഈ ചാപ്റ്ററിലെ. അപ്പൊ ഇപ്പൊ ഈ 13 വരെ പോവാനായിട്ട് നമുക്ക് കുറച്ച് ടൈം എടുത്തു. പക്ഷെ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് പോകും. കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇനിയും ഓൾമോസ്റ്റ് വരുന്നത്. അപ്പോ പെട്ടെന്ന് പോകും. വേറെ കമന്റുകളൊന്നും വേണ്ട, വേറെ കമന്റുകളൊന്നും വരണ്ട ചാറ്റ് ബോക്സിൽ. ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ ഞാൻ പറയുന്ന ഇമോജീസ് ഒക്കെ മാത്രം ഇട്ടാ മതി. എന്താണ് യുദ്ധി കരയുന്ന ഇമോജി ഒക്കെ ഇടുന്നുണ്ടല്ലോ. ഓക്കെ, സോ 13 ക്വസ്റ്റ്യൻസ് ആണല്ലേ ഡിസ്കസ് ചെയ്തത്. ഈ 13 ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഈ 13 ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിരുന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ അധികം സമയം കളയണില്ല, വർത്താനം പറഞ്ഞിട്ട്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, വേഗം ആൻസർ പറഞ്ഞോളൂ. 5 digit greatest odd number to be formed with the help of 3, 5, 7, 9, 0. 3, 5, 7, 9, 0 എന്നുള്ള നമ്പറുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 5 digit odd number. വെറും 5 digit നമ്പർ അല്ല, 5 digit odd number. അപ്പൊ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? എന്താണ് 5 digit odd number? ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 5 digit odd number ഏതാണ്? വേഗം പറഞ്ഞോളൂ. 14ാമത്തെ ക്വസ്റ്റ്യൻ. 3, 5, 7, 9, 0 അതാണ് നമ്മുടെ തന്നിട്ടുള്ള നമ്പറുകൾ. ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ വലിയ നമ്പർ അല്ല, വലിയ ഓഡ് നമ്പർ. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ വലിയ നമ്പർ അല്ല, വലിയ ഓഡ് നമ്പർ. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ഇട്ടോളൂ എല്ലാവരും. 1 ആണോ 2 ആണോ 3 ആണോ? അതൊന്ന് ഇട്ട വേഗം. ഹായ്, ഹലോ. കുറെ പേരൊക്കെ ആൻസേഴ്സ് ഇടുന്നുണ്ട്. പക്ഷെ കുറച്ച് പേർക്ക് ഇപ്പോഴും ഓഡ് നമ്പറും മറ്റേ നോർമൽ നമ്പറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അങ്ങോട്ട് ക്ലിയർ ആവണില്ല എന്ന് തോന്നുന്നു അല്ലെ? ഏറ്റവും വലിയ ഓഡ് നമ്പർ. അപ്പൊ കുറച്ച് പേരൊക്കെ 2 പറയുന്നുണ്ട്, കുറച്ച് പേരൊക്കെ 3 പറയുന്നുണ്ട്. അപ്പൊ എന്താ, കുറച്ച് പേര് 2 ആണ് ഓപ്ഷൻ, ചിലര് 4 പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ. ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓഡ് നമ്പർ, അതാണ് എന്റെ ചോദ്യം. ഏതാണ്? അപ്പൊ കുറച്ച് പേർക്ക് ഈ 97530 ആൻസർ വരുന്നത് ഞാൻ കാണുന്നുണ്ട്. 97530 ഇതൊരു ഓഡ് നമ്പർ ആണോ? 975330 ഇതാണ് ഈ 5 നമ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ. അത് നമ്മൾ പറഞ്ഞതാണ്. വലിയ സംഖ്യ നമ്മൾ എന്ത് ഓർഡറിൽ എഴുതണം? ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം അല്ലെ? വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്ന രീതിയിലാണ് വലിയ നമ്പർ ചോദിച്ചാൽ എഴുതേണ്ടത്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന രീതിയിലാണ് ചെറിയ ഏറ്റവും സ്മോളസ്റ്റ് ഡിജിറ്റ് ചോദിച്ചാൽ എഴുതേണ്ടത്. പക്ഷെ 0 വരികയാണെങ്കിൽ മാത്രം അതിന് ഒന്നാമത് എഴുതരുത്, രണ്ടാമത് എഴുതണം. അതാണ് സ്മോളസ്റ്റ് നമ്പറിന്റെ ഒരു കണ്ടീഷൻ. ഇവിടെ ഇതാണ് ഏറ്റവും വലിയ നമ്പർ, ഒരു തർക്കമില്ല, ശരിയാണ്. പക്ഷെ ഇതാ ഒരു ഓഡ് നമ്പർ ആണോ? ഇതൊരു ഒറ്റ സംഖ്യയാണോ? ഒറ്റ സംഖ്യയാണോ? അപ്പൊ കുറെ പേരൊക്കെ 3 ആൻസർ പറയുന്നുണ്ട്, കുറെ പേര് 4 പറയുന്നുണ്ട്, കുറെ പേര് 2 പറയുന്നുണ്ട്. അപ്പൊ അതാണ് എന്റെ ചോദ്യം. ഇതൊരു ഒറ്റ സംഖ്യ ആണോ? ഇതൊരു ഒറ്റ സംഖ്യ അല്ല, ഇതൊരു ഈവൺ നമ്പർ ആണല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ ഒറ്റ സംഖ്യ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ഈ ഓർഡറിൽ തന്നെ എഴുതി അങ്ങോട്ട് നോക്കുക. 9, 7, 5. നോക്കിയേ, ഇതാണ് ഇപ്പുറത്ത് വന്നിരുന്നതെങ്കിൽ അതൊരു ഓഡ് നമ്പർ ആയേനായിരുന്നു അല്ലെ. ഇതാണ് ഇപ്പുറത്തേക്ക് മാറിപ്പോയിട്ട് ഈ 3 ഇങ്ങോട്ടും 0 ഇങ്ങോട്ടും പ്ലേസസ് സ്വിച്ച് ചെയ്താൽ അതൊരു ഓഡ് നമ്പർ ആണ് അല്ലെ. നോക്കിയേ 0, 3. ഇങ്ങനെയല്ലേ അപ്പൊ ഏറ്റവും വലിയ ഓഡ് നമ്പർ വരുന്നത്. ഇപ്പൊ നിങ്ങൾ കുറച്ച് പേര് 2ഉം കുറച്ച് പേര് 4ഉം പറഞ്ഞു കണ്ടു. 4 പറഞ്ഞു കാണുന്നവരൊന്ന് നോക്കിയേ. 9, 7, 0, 5, 3 ആണോ 5, 0, 3 ആണോ വലുത്? ഏതാണ് വലുത്? നമ്മൾ അപ്പോഴും വലിയ സംഖ്യേനെ ഉണ്ടാക്കാൻ നോക്കണത് അല്ലെ. വലിയ സംഖ്യേനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പൊ അപ്പോഴും നമ്മൾ എന്ത് ഓർഡറിൽ പോകണം? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്കുള്ള ഓർഡറിലെയാണ് നമ്മൾ പോകേണ്ടത്. അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ അവസാനം കിടക്കുന്ന 2 നമ്പറുകളെ മാത്രം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. മനസ്സിലായോ? അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ഇങ്ങനെ 9, 7, 5, 0, 3. അപ്പൊ കുറച്ച് പേര് 0 is not an even number nor odd. ശരിയാണ്, 0 ഒരു ഓഡ് നമ്പറും അല്ല ഈവൺ നമ്പറും അല്ല. പക്ഷേ 0 അവസാനം വരുന്ന നമ്പറുകൾ ഈവൺ നമ്പർ ആണ്. 10, 20, 30, 40 എല്ലാം ഈവൺ നമ്പറുകളല്ലേ, ഇരട്ട സംഖ്യകളല്ലേ. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് യാതൊരു വിധ റിമൈൻഡർ അല്ലെങ്കിൽ ശേഷം വരാൻ പാടില്ല. അതാണ് നമ്മുടെ ഇരട്ട സംഖ്യകൾ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ, നിങ്ങൾക്ക് അവിടെ 4 നമ്പറുകൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതില് രണ്ടാമത്തെയാണ് ശരിക്കും ഏറ്റവും വലുത്. പക്ഷെ രണ്ടാമത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അതൊരു ഈവൺ നമ്പർ, ഇരട്ട സംഖ്യയാണ്. 97,530 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യ ആണ്. പിന്നെ ബാക്കിയുള്ള 3 നമ്പറുകളും ഓഡ് നമ്പർ തന്നെയാണ് അല്ലെ. 1ഉം 3ഉം 4ഉം ഓഡ് നമ്പറുകൾ തന്നെയാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് നോക്കണം? ഈ 3 എണ്ണത്തില് വലുതേതാണ് എന്നാണ് നോക്കേണ്ടത്. മനസ്സിലായോ? വലിയ നമ്പർ ഏതാണ്? അപ്പോ 3ഉം 4ഉം കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുമ്പോ 975 അത് കഴിഞ്ഞിട്ടേ 03 വരാൻ പാടുള്ളൂ. 970 എന്ന് പറഞ്ഞാൽ അത് വീണ്ടും താഴേക്ക് പോയി. അപ്പൊ 3 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓഡ് നമ്പർ കണ്ടുപിടിക്കാനാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇപ്പോഴും ഏറ്റവും വലിയ നമ്പറിലെ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. എന്താണ് ഒറ്റ സംഖ്യയിലേക്ക് വരാത്തത്? ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും അവസാനം ഏതെങ്കിലും ഓഡ് നമ്പറുകൾ വരണം. 3ഓ 5ഓ 7ഓ 9ഓ ഒക്കെയാണ് അവസാനം വരേണ്ടത്. അപ്പോ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിലത്തെ ഏറ്റവും ചെറിയ ഓഡ് നമ്പർ വേണം അറ്റത്ത് വരാൻ. എന്നാലാണ് അതൊരു വലിയ സംഖ്യ ആവുള്ളൂ അല്ലെ. മനസ്സിലായോ? ക്ലിയർ ആയോ എല്ലാവർക്കും? റോങ് ആയ ആൾക്കാരൊന്നും വിഷമിക്കണ്ട. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആ ഓഡ് നമ്പറും ഈവൺ നമ്പറും തമ്മിൽ വന്നപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ എടുത്തത്. നമ്മുടെ 14ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അപ്പൊ കുറെ പേരൊക്കെ കറക്റ്റ് ആയിരുന്നു, കുറെ പേരൊക്കെ തെറ്റിന്ന് പറയുന്നുണ്ട്. ഓക്കെ, റയാൻ 930 ആണ് റയാൻ ഇട്ടത് ഞാൻ കണ്ടത്. 530 അത് 503 ആണ് കേട്ടോ. ആൻസർ ശ്രദ്ധിച്ചു നോക്കണം. 503. 530 അല്ല, 530 എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പർ ആയി. ഓഡ് നമ്പർ ആണ് നമുക്ക് വേണ്ടത് 503. അതും വലുതാണ് വേണ്ടത്. അതുകൊണ്ടാണ് 503 എന്ന് വന്നത്. 053 എന്ന് പറഞ്ഞാൽ അത് ആ മുകളിൽ കിടക്കുന്ന ഓഡ് നമ്പറേക്കാളും ചെറുതാണ്. നമുക്ക് വലിയ ഓഡ് നമ്പറാണ് വേണ്ടത്. അതുകൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ 3, 97,503. എല്ലാവർക്കും ക്ലിയർ ആണോ? അത് എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആണോ? ഒന്നും കൂടെ പറയാൻ. ഓക്കെ, എന്താ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഈ തന്നിട്ടുള്ള 5 ഡിജിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ. ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനത്തിന് 3ഓ അല്ലെങ്കിൽ 5ഓ അല്ലെങ്കിൽ 7ഓ 9ഓ ആണ് വരേണ്ടത്. ഇവിടെ പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ എല്ലാത്തിലും 3 ആണ് അവസാനം വരേണ്ടത്, ഒരെണ്ണത്തിൽ മാത്രം 0 അവസാനം വരുന്നുണ്ട്.
പൂജ്യം അവസാനം വന്നാൽ അതൊരു ഓഡ് നമ്പർ ആവുമോ? ഇല്ല, അതൊരു ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് ബി രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയണം. വലിയ നമ്പർ, യെസ് അതാണ് വലിയ നമ്പർ, പക്ഷെ അതല്ല വലിയ ഓഡ് നമ്പർ. മനസ്സിലായോ? അതല്ല വലിയ ഓഡ് നമ്പർ. വലിയ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം കിടക്കുന്ന സംഖ്യ ഓഡ് ആയിരിക്കണം. ബാക്കി 3 ഓപ്ഷൻസും ചെക്ക് ചെയ്ത് നോക്കൂ. 97,503യും 97,053യും 90,573യും. അതിൽ ഏതാ വലുത്? 97,503 അല്ലേ ഏറ്റവും വലുത്. അതുകൊണ്ടാണ് നമ്മുടെ ഓപ്ഷൻ 3 ആയത്. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 15. ഒന്നും കൂടി പറയാൻ പറഞ്ഞ ആൾക്ക് ക്ലിയർ ആയോ? ഇപ്പോ 15 ഇതിലെ തന്നിട്ടുള്ള കുറച്ച് നമ്പറുകൾ ഉണ്ട് അല്ലെ, 93, 97, 91, 99. ഇതിലത്തെ ഏറ്റവും വലിയ പ്രൈം നമ്പർ, അല്ലെങ്കിൽ ഇതിലത്തെ എന്നല്ല, നമുക്ക് അറിയുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ 2 ഡിജിറ്റ് ഉള്ള പ്രൈം നമ്പർ ഏതാണ്? ഏതാണ് ഏറ്റവും വലിയ 2 ഡിജിറ്റ് പ്രൈം നമ്പർ, പ്രഥമ സംഖ്യ? 2 അക്കത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രൈം നമ്പർ ഏതാണ്? അതാണ് ചോദ്യം. 3 ഓപ്ഷൻ ഉണ്ട്. 93, 97, 91, 99. ഈ 4 ഓപ്ഷനിൽ ഏതാണ് പ്രൈം നമ്പർ? അപ്പൊ കുറെ പേരുടെയൊക്കെ ആൻസർ ശരിയായിരുന്നു, അതിൽ കൺഗ്രാറ്റ്സ്. അപ്പൊ 15ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ആൻസർ ചെയ്ത് തുടങ്ങി. 99, 97, 97, 99, ബി 97, 99, 99. കുറെ പേരൊക്കെ 99 പറയുന്നുണ്ട്, കുറെ പേരൊക്കെ 97 പറയുന്നുണ്ട്. ഏതാണ്? കുറെ പേർക്ക് 97ഉം കുറെ പേർക്ക് 99ഉം ആണ് ആൻസർ വരുന്നത്. ഞാൻ നിങ്ങളുടെ ഏറ്റവും വലിയ നമ്പർ അല്ല ചോദിച്ചത്, ഏറ്റവും വലിയ പ്രൈം നമ്പർ ആണ് ചോദിച്ചത്. അപ്പൊ ഈ 99 പറയുന്ന ഒന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. 99 കിട്ടണായിട്ട് നമുക്ക് 99 × 1 മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും 2 നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 99 കിട്ടുമോ? നമ്മുടെ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ വേറെ ഒരു നമ്പറുകൾ കൊണ്ടും കറക്റ്റ് ആയിട്ട് റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. അതാണ് നമ്മുടെ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാല്, അല്ലേ? നമുക്ക് 97 ഉണ്ട്, 99 ഉണ്ട്, 91 ഉണ്ട്, വേറെ 3 ഉണ്ട്. ഇതിലുള്ള വെച്ചിട്ട് നിങ്ങൾ ഏത് നമ്പറാണ് പ്രൈം നമ്പർ എന്ന് വിചാരിക്കണം. അതായത് വേറെ ഏതെങ്കിലും 2 നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെ കിട്ടാൻ പാടില്ല. വേറെ ഫാക്ടറുകൾ ഒന്നുമില്ലാത്ത നമ്പർ ആയിരിക്കണം. ഘടകങ്ങൾ ഒന്നുമില്ലാത്ത നമ്പർ ആണ് പ്രൈം നമ്പർ. അപ്പൊ കുറെ പേര് അപ്പൊ 97ഉം 99ഉം ഒക്കെ ആൻസർ ഇടുന്നുണ്ട് കേട്ടോ. ഈ 99 ഇടുന്നവരോടാണ് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്. 33 × 3 എത്രയാണ്? 99 ആണല്ലേ. അപ്പൊ വേറെ 2 നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ എനിക്ക് 99 കിട്ടി. അതിന്റെ അർത്ഥം ഇത് പ്രൈം അല്ല. മനസ്സിലായോ? നമ്മൾ 99നെ ഘടകങ്ങളാക്കി കഴിഞ്ഞാല് ഈ 33ഉം 3ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 99 കിട്ടും. അങ്ങനെ കിട്ടുന്നതൊന്നും പ്രൈം നമ്പർ അല്ല. ഇനി അടുത്തൊരു നമ്പർ 93 ഒന്ന് നോക്കി നിങ്ങള്. 93 ഒരു പ്രൈം നമ്പർ ആണോ അല്ലയോ? വലിയതല്ല, എന്തായാലും വലിയ നമ്പർ അല്ല അവിടത്തെ, അത് ഉറപ്പാണ്. ഓക്കെ, 97 ആണ് കറക്റ്റ് ആൻസർ. എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്, 97 തന്നെയാണ് കറക്റ്റ് ആൻസർ. പക്ഷെ എനിക്ക് ഇതൊന്ന് ക്ലിയർ ആക്കാനുണ്ട്. 93 പ്രൈം ആണോ അല്ലയോ? നിങ്ങൾക്ക് എന്ത് തോന്നണോ? 93 ഒരു പ്രൈം നമ്പർ ആണോ അല്ലയോ? അതാണ് എനിക്ക് അറിയേണ്ട ആൻസർ കേട്ടോ. 97 ആണ് ആൻസർ, അത് കറക്റ്റ് ആണ്. 97 ആണ് ആൻസർ, വളരെ ശരിയാണ്. കാരണം വലുതല്ലേ ചോദിച്ചേക്കണേ. വലുത് 97 ആവാം അല്ലെ, പക്ഷെ 93 ഒരു പ്രൈം ആണോ അല്ലയോ? അതൊന്ന് വേഗം പറഞ്ഞ എല്ലാവരും. യെസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി.
നോ നോ എന്ന് പറയുന്നുണ്ട് കുറെ പേര്. നോ ആണ് കുറെ പേരുടെ ആൻസർ. അപ്പൊ ഏത് രണ്ട് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ അപ്പൊ നമുക്ക് 93 കിട്ടുന്നത്? നിങ്ങൾക്ക് അപ്പൊ ഫാക്ടർ ആക്കാൻ, ഘടകങ്ങളാക്കാൻ അറിയോ? ഇങ്ങനെ ഘടകങ്ങളാക്കാൻ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇത് വരച്ചിട്ട് നമ്മൾ ഇവിടെ നമ്പറിന് എഴുതും, എന്നിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറിനെ നമ്മൾ ഇവിടെ എഴുതും. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ ഘടകങ്ങളാക്കാനായിട്ട്? അതായത് 31 × 3 ആണ് 93. അപ്പൊ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോ ഇത് അയ്യോ ഇത് എങ്ങനെയാ പ്രൈം ആണോ അല്ലയോ എന്നൊക്കെ സംശയം തോന്നും അല്ലെ? അപ്പൊ നിങ്ങൾ ഘടകങ്ങളാക്കാൻ പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സാധനമൊക്കെ വരച്ചിട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഞാനിപ്പോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു സാധനമൊക്കെ വരച്ചിട്ട് പഠിച്ചിട്ടുണ്ടോ? ഘടകമൊക്കെ ഫാക്ടർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ അടുത്ത ചാപ്റ്റർ ഫാക്ടറൈസേഷൻ ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്നുള്ളൂ. അത് നമുക്ക് പഠിക്കാം. ആരും പേടിക്കണ്ട, നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ ഒരു കാര്യം മാത്രം അറിയാം. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. 90നും 100നും ഇടയിൽ എത്ര പ്രൈം നമ്പറുകൾ ഉണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഒറ്റ പ്രൈം നമ്പറേ ഉള്ളൂ എന്ന് നമ്മൾ പഠിച്ചതാണ് അവിടെ. അപ്പൊ അതിന്റെ അർത്ഥം ഈ 91ഉം 93ഉം 99ഉം ഒക്കെയും പ്രൈം അല്ലാത്ത നമ്പറുകളാണ്. 93 പ്രൈം അല്ല. 31 × 3 ചെയ്താൽ നിങ്ങൾക്ക് 93 ആണ് കിട്ടുന്നത്. 13 × 7 ചെയ്താൽ നിങ്ങൾക്ക് 91 ആണ് കിട്ടുന്നത്. മനസ്സിലാവുണ്ടോ പറയണത്? 13 × 7 ചെയ്താൽ നിങ്ങൾക്ക് 91 കിട്ടും. അപ്പൊ 91 പ്രൈം അല്ല. 33 × 3 ചെയ്താൽ നിങ്ങൾക്ക് 99 കിട്ടും. അപ്പൊ 99ഉം പ്രൈം അല്ല. 31 × 3 ചെയ്താൽ 93 കിട്ടും. അപ്പോ അതും പ്രൈം അല്ല. മനസ്സിലായോ? അപ്പൊ 97 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ച് നമ്മള് പ്രൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ആൻസർ ചെയ്യാൻ. അപ്പൊ കുറെ പേര് വലിയ പ്രൈം നമ്പർ ഏതാന്ന് ചോദിച്ചപ്പോ തന്നെ 99 എന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ വലിയ നമ്പർ കാണുമ്പോ എന്നാ പിന്നെ അതായിരിക്കും വലുത് എന്ന് വിചാരിക്കരുത്. നമ്മൾ ചെയ്ത് നോക്കി കൺഫേം ചെയ്തിട്ട് മാത്രമേ ആൻസർ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രേറ്റസ്റ്റ് 5 ഡിജിറ്റ് ഈവൺ നമ്പർ. ഇപ്പൊ ഈ തന്നിട്ടുള്ള നമ്പറുകളില് ഏറ്റവും വലിയ 5 അക്കമുള്ള ഈവൺ നമ്പർ. എന്താണ് കിട്ടാത്തതെന്ന് പറയണ്ടല്ലോ കുറച്ച് പേര്. എന്താ കിട്ടാത്തത്? അനാമിക, നമുക്ക് എന്താ പ്രൈം നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് മാത്രമേ പാടുള്ളൂ? അതിന്റെ ഫാക്ടറൈസേഷൻ വേറെ ഒരു നമ്പറും വരാൻ പാടില്ല. അതായത് വേറെ ഏതെങ്കിലും രണ്ട് നമ്പറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ നമ്പർ കിട്ടാൻ പാടില്ല. അതല്ലേ പ്രൈം നമ്പർ. ഫോർ എക്സാമ്പിൾ 7, ഏതെങ്കിലും രണ്ട് നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ 7 കിട്ടുമോ? 1 × 7 അല്ലാതെ ഏതെങ്കിലും ഒരു നമ്പർ രണ്ട് നമ്പറുകൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 7 കിട്ടുമോ? ഇല്ല. അപ്പൊ 7 ഒരു പ്രൈം നമ്പർ ആണ്. 6ന് നമുക്ക് 2 × 3 ചെയ്താൽ കിട്ടില്ലേ? അപ്പൊ 6 ഒരു പ്രൈം നമ്പർ അല്ല. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ പ്രൈം നമ്പറിനെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, 91ഉം 93ഉം 99ഉം പ്രൈം അല്ല. കാരണം അതിനെ നമുക്ക് ഏതൊരു വേറെ രണ്ട് നമ്പറുകളും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. 31 × 3 ചെയ്താൽ 93 കിട്ടും. 13 × 7 ചെയ്താൽ 91 കിട്ടും. 33 × 3 ചെയ്താൽ 99 കിട്ടും. അപ്പൊ അതിന് വേറെ ഘടകങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അത് പ്രൈം നമ്പർ അല്ല. ക്ലിയർ ആയോ? അപ്പൊ 97 മാത്രമാണ് ഇവിടുത്തെ പ്രൈം നമ്പർ. ഓക്കെ, ഇനി 16ന്റെ ഉത്തരാണോ എല്ലാവരും 3 എന്ന് പറയുന്നത്? 16ന്റെ ഉത്തരാണ് എല്ലാവരും 3 എന്ന് പറയുന്നത് എന്ന് തോന്നുന്നുണ്ട്. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് 5 ഡിജിറ്റ് ഈവൺ നമ്പർ യൂസിങ് 30578. അപ്പൊ എന്താണ് ആൻസർ? 87530. കറക്റ്റ് ആണ് കേട്ടോ. 16ന്റെ ആൻസർ 3 ആണ്. അത് ഞാൻ ഇനി അധികം ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാ കുറെ പേരുടെയൊക്കെ സ്കൂളിലുള്ള ആൾക്കാരൊക്കെ നവോദയയിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ പോട്ടെ, നമുക്കും പോവാട്ടോ. ഓക്കെ, 16ന്റെ ആൻസർ 3 ആണ്. അപ്പൊ എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. പിന്നെ ഞാൻ അതിനി
വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ ഇത്രയും നാൾ ചെയ്ത ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കുറെ പേര് 14ഉം 15ഉം 16ഉം 17ഉം ഒക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ 14 3 കറക്റ്റ് ആണ്, 15 2 കറക്റ്റ് ആണ്, 16 3 കറക്റ്റ് ആണ്, 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ യൂസിങ് 9 6 3 0. 4 നമ്പർ തന്നിട്ടുള്ളൂ അല്ലെ, 4 നമ്പറാ തന്നിട്ടുള്ളൂ. അതിൽ നിന്ന് 5 അക്ക സംഖ്യ ഉണ്ടാക്കണം. ഏതെങ്കിലും ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ വലിയ നമ്പർ ആണ് ഉണ്ടാക്കേണ്ടത്. ഈ തന്നിട്ടുള്ള 4 എണ്ണം ഉപയോഗിച്ചിട്ട് വലിയൊരു നമ്പർ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതില് അപ്പൊ ഏത് നമ്പർ ആയിരിക്കും നമ്മൾ ട്വൈസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടത്? തന്നിട്ടുള്ളതിലെ ഏറ്റവും വലിയ നമ്പർ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് 5 നമ്പർ അല്ലെങ്കിൽ 4 നമ്പർ തന്നിട്ട് ഈ 4 നമ്പർ ഉപയോഗിച്ചിട്ട് ഒരു 5 അക്ക സംഖ്യ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള നമ്പർ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിൽ, വലിയ നമ്പർ ആണ് നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ കൂട്ടത്തിലെ വലിയ നമ്പറിനെ റിപ്പീറ്റ് ചെയ്യണം. ഇവിടുത്തെ കൂട്ടത്തിലെ വലിയ നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. 9നെ റിപ്പീറ്റ് ചെയ്യണം. ഇനി ചെറിയ നമ്പറാ ചോദിച്ചതെങ്കിൽ കൂട്ടത്തിലെ ചെറിയ നമ്പർ, അതായത് 0 ആകും. 0നെ റിപ്പീറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അത് ശ്രദ്ധിച്ചു കേൾക്കുക. 4 നമ്പറുകൾ തന്നിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങളോട് അതുകൊണ്ട് ഒരു 5 നമ്പർ 5 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതിലെ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് 2 വട്ടം ഉപയോഗിക്കാം ആ 5 അക്ക സംഖ്യ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, ആ 5 അക്ക സംഖ്യ ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും ഒരു നമ്പറിനെ 2 വട്ടം ഉപയോഗിക്കാം. ഓക്കെ, 2 വട്ടം ഉപയോഗിച്ചിട്ട് വലിയ നമ്പർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ തന്നിട്ടുള്ള 4 എണ്ണത്തിലെ വലിയ നമ്പറിനെ റിപ്പീറ്റ് ചെയ്യുക. അതായത് ഇവിടെ 9 ആണ് വലിയ നമ്പർ. 9നെ 2 വട്ടം യൂസ് ചെയ്യുക. 9 9 6 3 0. ഇനി തന്നിട്ടുള്ള 4 എണ്ണം വെച്ചിട്ട് ചെറിയ സംഖ്യ ഉണ്ടാക്കാൻ പറഞ്ഞാലോ 0നെ റിപ്പീറ്റ് ചെയ്യണം. 9 6 3 0 0 എന്ന് വരും. മനസ്സിലാവണ്ടോ പറയണത്? വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത്. പക്ഷെ എന്നാലും ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. എന്താണ്? 4 ഡിജിറ്റേ തന്നിട്ടുള്ളൂ, അതിൽ നിന്ന് 5 അക്ക സംഖ്യയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോ ഒരു നമ്പർ നമുക്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, വലിയ നമ്പർ ആണെങ്കിൽ കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ റിപ്പീറ്റ് ചെയ്യുക. ചെറിയ നമ്പർ ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ റിപ്പീറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 16നെ പറ്റി ആരോ ചോദിച്ചത് കണ്ടു. 16ന് പ്രശ്നമൊന്നുമില്ല. ആ തന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഈവൺ നമ്പർ ഉണ്ടാക്കുക. തന്നിട്ടുള്ള സംഖ്യ വെച്ച് നമ്മൾ ഏതൊരു നമ്പർ, ഏറ്റവും വലിയ നമ്പർ ഏതാണോ ഉണ്ടാക്കുന്നത് അതവിടെ ഈവൺ നമ്പർ ആണ്. 8 7 5 3 0 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണ് അല്ലേ? കാരണം 0 ആണ് അവസാനം വരുന്നത്. 0 അവസാനം വരുന്ന നമ്പറുകളൊക്കെ ഈവൺ നമ്പർ ആണ്. 0 ഒരു ഈവൺ നമ്പർ അല്ല, പക്ഷെ 0 അവസാനിക്കുന്ന നമ്പറുകളൊക്കെ ഒരു ഈവൺ നമ്പർ ആണ്. എന്താണ്? ദേശസ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടല്ലോ കുറെ പേര് കമന്റ് ബോക്സിൽ. അതൊക്കെ നമുക്ക് പിന്നെ കാണിക്കാം. ഓക്കെ, അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് ക്ലിയർ ആയെങ്കിൽ വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ ആ ഒരു ഇതൊന്ന് കാണിച്ചേ, നോക്കട്ടെ എത്ര പേർക്ക് ക്ലിയർ ആയിന്ന്. എത്ര പേർക്ക് ക്ലിയർ ആയിന്ന് നോക്കട്ടെ. വേഗം ഹാർട്ട്സ് ഒക്കെ വരട്ടെ, കമന്റ് ബോക്സിൽ വരട്ടെ, വേഗം വരട്ടെ. ഈ 4 ക്വസ്റ്റ്യൻ 14 15 16 17 ഈ 4 എണ്ണം അടിപൊളിയായിട്ട് ക്ലിയർ ആയെങ്കിൽ എനിക്ക് വേഗം ഹാർട്ട്സും നിങ്ങളുടെ റിയാക്ഷൻസ് ഒക്കെ കാണട്ടെ. വേഗം വരട്ടെ. ഹാർട്ട്സ് വരുന്നുണ്ട്, തംസ് വരുന്നുണ്ട്. സ്പീഡ് ആവട്ടെ. 4 ക്വസ്റ്റ്യൻസും ക്ലിയർ ആവണം കേട്ടോ, ഒരെണ്ണല്ല. എനിക്ക് ഓൾ ക്ലിയർ എന്ന് പറഞ്ഞാൽ പോരാ, എനിക്ക് നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആയി എന്നുള്ളത് മെസ്സേജ് ആയിട്ട് കാണണം. ഓക്കെ, പിന്നെ കുറെ പേര് ആൻസേഴ്സ് ഇപ്പോഴും ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ആൻസർ ഞാൻ കാണാണ്ടല്ല, പക്ഷെ എല്ലാവരും കറക്റ്റ് ആൻസർ ഇടുന്നത് കൊണ്ട് എനിക്ക് ഓരോരുത്തരുടെ പേര് വിളിക്കാൻ പറ്റാത്തതാണ്. 80 പേരുണ്ട് നമ്മളിപ്പോ ഇവിടെ. 80 പേരുടെ പേര് വിളിക്കാൻ പറ്റുമോ എനിക്ക്?
ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി എന്നുള്ള ഒരു പെർസെപ്ഷനിൽ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരുടെ പേരും വിളിക്കാത്തത്. അല്ലാണ്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഞാൻ കാണാണ്ടല്ല ട്ടോ. ഒരു ഇമോജിക്കൊന്നും ഒരു ശക്തി പോരല്ലോ. അപ്പൊ ക്ലിയർ ആയില്ലേ? ഇത്ര ഇത്ര ഒരു ഇമോജിയുടെ ഒരു ശക്തി വന്നാ പോരല്ലോ. നവോദയ സ്കൂളിൽ അടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല ട്ടോ. നിങ്ങൾ എന്തായാലും പോവാൻ പോവല്ലേ, അപ്പൊ അറിയാം. വേഗം വരട്ടെ. അപ്പൊ ഈ 80 പേർക്ക് ഇത്രയേ ഉള്ളൂ ഇമോജീസ് ഒക്കെ. വേഗം വരട്ടെ. എല്ലാം അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൊത്തം നമ്മള് 17 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് വിത്ത് യുവർ പെർമിഷൻ. ഓക്കെ, 18 പറഞ്ഞോളൂ. 18 പറഞ്ഞോളൂ വേഗം. നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തതാണ്. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ആയിട്ട് ആദ്യം നമ്മൾ ചെയ്തത് ഇതുപോലെ പ്ലേസ് വാല്യൂവിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ സംശയമൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കണു. എന്താണ് ചോദ്യം? 27,307 ഈ നമ്പറിലെ 7ന്റെ സ്ഥാനമൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 7ന്റെ സ്ഥാനമൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ ഈ സംശയങ്ങളൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ ട്ടോ. ടീച്ചർ സ്ട്രിക്റ്റ് ആവുമോ, അടിക്കുവോ, ആ സംശയങ്ങളൊന്നും ഇപ്പൊ നിങ്ങൾ ആലോചിക്കണ്ട. എനിക്ക് കോൾഡ് ആണ്. ആരാണ് ചോദിച്ചത്? നീതു ബിനോബ്. എനിക്ക് കോൾഡ് ആണ് ട്ടോ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാള് ചോദ്യം ചോദിച്ച് മറ്റാൾ ഉത്തരം പറഞ്ഞ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ സംസാരിക്കണ്ട. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നതല്ലാത്തുള്ള വേറെ യാതൊരു തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും കമന്റ് ബോക്സിൽ വേണ്ട ട്ടാ. നിങ്ങൾ ചിലപ്പോ എൻ്റെ അടുത്തായിരിക്കും ചോദിക്കണേ. അപ്പൊ ചിലപ്പോ ആൾക്കാർ കാണുമ്പോൾ അവർക്ക് ആൻസർ ചെയ്യാനായിട്ട് ഒരു ഇത് വരും. അപ്പൊ അവർ നിങ്ങൾ തമ്മിൽ നിന്ന് സംസാരിക്കും. അതൊന്നും ഇവിടെ വേണ്ട. ഓക്കെ, ഈ 18ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ വേഗം, നല്ല പിള്ളേരായിട്ട്. അപ്പൊ കുറെ പേര് 2 പറഞ്ഞിട്ടുണ്ട്, കുറെ പേരൊക്കെ 1 പറയുന്നുണ്ട്. കുറെ പേരൊക്കെ ആൻസർ ഇടുന്നുണ്ട് അതില്. എന്തൊക്കെയാണ് ഇവിടെ 7ന്റെ പ്ലേസ് വാല്യൂസ് അത് പറഞ്ഞോ. 7ന്റെ പ്ലേസ് വാല്യൂകൾ ഏതാണ്? 27,307. ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഈ 7ന്റെ സ്ഥാനമൂല്യം എത്രയാണ്? 27,307. ഈ 7ന്റെ സ്ഥാനമൂല്യം പറയൂ. അത് മാത്രം പറഞ്ഞാൽ മതി. 27,307 അവസാനം കിടക്കുന്ന 7ന്റെ പ്ലേസ് വാല്യൂ ആണ് എനിക്ക് അറിയേണ്ടത്. ആ 7ന്റെ പ്ലേസ് വാല്യൂ പറയൂ, വേഗം പറയൂ. ആ 7ന്റെ പ്ലേസ് വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. ഏറ്റവും അവസാനം കിടക്കുന്ന 27,307ത്തെ ആ ലാസ്റ്റത്തെ 7ന്റെ പ്ലേസ് വാല്യൂ. വേഗം പറ. അന്നിക്ക പറഞ്ഞു 7. വേറെ ആരും എന്താ പറയാത്തെ? ചോദിച്ചതിനുള്ള റിപ്ലൈ തരൂ. യദു, രാതുൽ, നീലാഞ്ജന എന്ന് പറയുന്ന ആളുടെ പേരെന്താണെന്നും കൂടെ ഒന്ന് പറയണേ. ചിലപ്പോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. കൃഷ്ണേന്ദു. യെസ്, നിങ്ങൾ ആൻസേഴ്സ് പറയുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ ആണ് എനിക്ക് വേണ്ടത്. ഈ 27,307ലെ 7 അവസാനത്തെ 7ന്റെ സ്ഥാനമൂല്യം പ്ലേസ് വാല്യൂ. കറക്റ്റ് ആണ്. എല്ലാവരും എഴുന്നിടുന്നുണ്ട്. വെരി ഗുഡ്. കറക്റ്റ് ആണ് ട്ടോ. എങ്ങനെയാ അത് വന്നത്? 7 ഗുണിക്കണം അത് കിടക്കുന്ന സ്ഥാനത്തിന്റെ മൂല്യം. ഇത് എവിടെയാ കിടക്കുന്ന? ഒറ്റ അല്ലെങ്കിൽ വൺസ് എന്ന് പറയുന്ന പ്ലേസിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ 7 × 1 = 7 അല്ലെ? അതാണ് ഇതിന്റെ സ്ഥാനമൂല്യം. ഇനി ഈ 7ന്റെ സ്ഥാനമൂല്യം 27,000ത്തിലത്തെ ഈ 7ന്റെ സ്ഥാനമൂല്യം പറയൂ, വേഗം പറയൂ. ആ 7ന്റെ സ്ഥാനമൂല്യം പറയൂ. ഫസ്റ്റത്തെ 7, 27,000ത്തിലത്തെ ഫസ്റ്റ് കിടക്കുന്ന ആ 7ന്റെ സ്ഥാനമൂല്യം പറഞ്ഞോളൂ. ഇപ്പൊ ലാസ്റ്റത്തെ 7 × 1 7 ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി എനിക്ക് വേണ്ടത് ആദ്യം കിടക്കുന്ന 7ന്റെ സ്ഥാനമൂല്യം. 27,000ത്തിലത്തെ ആ 7ന്റെ സ്ഥാനമൂല്യം.
ആൻസർ നിങ്ങൾ ഇടുന്നത് കറക്റ്റ് ആണ്. യെസ്, ആദ്യത്തെയും കറക്റ്റ് ആണ്. 6993 തന്നെയാണ് ആൻസർ. പക്ഷെ അതെനിക്ക് നിങ്ങൾക്ക് അത് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, ഇതാ കുറെ പേര് ഇടുന്നുണ്ട്. അനു, റയാൻ, കൃഷ്ണേന്ദു, ദയ, അനു ആന്റണി എന്ന് പറയുന്ന ആളുടെ പേരും കൂടെ ഒന്ന് പറഞ്ഞാൽ നോക്കട്ടെ. ഞാൻ എഴുതിയതിൽ കാണുന്നില്ല. ഓക്കെ, 7000 അല്ലേ? 7000 ആണ് ആൻസർ. അനുശ്രീ എല്ലാവരും ഇടുന്നുണ്ട്. ഹരിപ്രിയ, റൈറ്റ്. അതെന്താ 14 ഇടുന്നത്? 14 എങ്ങനെയാ വരുന്നത്? 14 എന്നുള്ള ഒരു വാല്യൂ അവിടെ വരേണ്ട യാതൊരുവിധ സാധ്യതയില്ലല്ലോ. എങ്ങനെയാ നോക്കൂ, 7 ഇവിടെയാണ് കിടക്കണത് അല്ലേ? അപ്പൊ 7. 7ന്റെ സ്ഥാനം ഏതാ? ഇത് വൺസ്, ഇത് ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്. 1000ന്റെ പ്ലേസിലാണ് ഇവിടെ 7 കിടക്കുന്നത്. അപ്പൊ 7ന്റെ സ്ഥാനമൂല്യം കണ്ടുപിടിക്കാൻ 7 ഗുണിക്കണം 1000, 7000. അപ്പൊ 7ഉം 7000ഉമാണ് 7ന്റെ സ്ഥാനമൂല്യങ്ങൾ. എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്ട്രാക്ഷൻ, കുറയ്ക്കുക. ഇത് രണ്ടും തമ്മിൽ കുറയ്ക്കുക. 7000 മൈനസ് 7, 6993. നമ്മുടെ ഉത്തരം. അടിപൊളിയായിട്ട് മനസ്സിലായില്ല എല്ലാവർക്കും? അത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്ഥാനമൂല്യത്തിലും ഫേസ് വാല്യൂ, പ്ലേസ് വാല്യൂ പോലുള്ള ക്വസ്റ്റ്യൻസിൽ ആർക്കെങ്കിലും ഇനി മിലൺ. മിലൺ. സോ ഈ ഫേസ് വാല്യൂ, പ്ലേസ് വാല്യൂ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ യൂട്യൂബിലുണ്ട്, പോവുക, കാണുക. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു അന്നില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോ സംശയം ഉണ്ടാവും. അവരപ്പോ പോയിട്ട് നോക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? Which one of the following is a prime number? ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് പ്രൈം നമ്പർ? പ്രൈം നമ്പർ അല്ലാത്തതല്ല കേട്ടോ ചോദിച്ചിട്ടുള്ളത്. പ്രൈം നമ്പർ ഏതാണ്? ഞാനിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. വേഗം ഉത്തരം പറഞ്ഞോളൂ. ഏതാണ് ഈ തന്നിട്ടുള്ളതിലെ പ്രൈം നമ്പർ? അപ്പൊ ഈ പ്രൈം നമ്പർ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലായി, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? എല്ലാ കൊല്ലം ഇപ്പൊ ഇത് 2011-ലെയാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് 2012 സംതിങ് ആയിരുന്നു. അപ്പൊ ഈ പ്രൈം നമ്പർ നമ്മളിപ്പോ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4ഓ 5ഓ വട്ടമായി നമ്മൾ പ്രൈം നമ്പറും കോ പ്രൈം നമ്പറും സഹപ്രഥമ സംഖ്യകളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലെ? അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണം? പ്രൈം നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ്. അത് സ്കിപ്പ് ചെയ്യരുത്. പ്രൈം നമ്പറിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഓക്കെ. ഏതാണ് ആൻസർ? 19 ആണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. 19ന്റെ ആൻസർ ഏതാണ്? 85 എന്നും എനിക്ക് ആൻസേഴ്സ് വരുന്നുണ്ട്, 83 എന്നും വരുന്നുണ്ട്. ഏതാണ്? അപ്പോ ഇപ്പോഴും നിങ്ങൾക്ക് പ്രൈം നമ്പറിന് സംശയം ഉണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ പ്രൈം കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് കാണുമ്പോൾ അയ്യോ ഇതിനെ 2 നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള സംശയമൊക്കെ നിങ്ങൾക്ക് വരുമായിരിക്കും. സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ ഫാക്ടറൈസേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരും. അപ്പൊ കുറെ പേര് പറയുന്ന ആൻസർ കറക്റ്റ് ആണ്. 83 ആണ് പ്രൈം നമ്പർ. 83 ആണ് പ്രൈം നമ്പർ. അപ്പൊ 87 നോക്കി നോക്കിയത്, 81 നോക്കൂ. 81 എന്ന് പറയുന്നത് ഏത് 2 നമ്പർ കൂടി മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 81 കിട്ടുക? 81 പ്രൈം നമ്പർ അല്ല. മനസ്സിലായോ? 81 പ്രൈം നമ്പർ അല്ല. 81ന് ഘടകങ്ങളുണ്ട്. ഏതെങ്കിലും 2 നമ്പർ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് 81 കിട്ടും. അത് ഏത് 2 നമ്പറുകളാണ്?
നിങ്ങളെ ഞാനിത് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു പരിചയം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പ്രൈം നമ്പറുകളുമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറച്ച് പഠിച്ചപ്പോ 97 പ്രൈം ആണ് എന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് 83 പ്രൈം ആണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇത് നിങ്ങളുടെ തലയിൽ ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് അതിൽ 83 97 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് ചെയ്ത് നോക്കണ്ട, നിങ്ങൾ ഓൾറെഡി പഠിച്ചല്ലോ. അതുകൊണ്ട് പ്രൈം നമ്പറിന്റെ ക്വസ്റ്റ്യൻസ് സെയിം ഫോർമാറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഡീൽ ചെയ്യുന്നത് ഡിഫറെന്റ് നമ്പേഴ്സുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ നമ്പേഴ്സ് ഒക്കെ പ്രൈം ആണ്, ഏതൊക്കെ നമ്പേഴ്സ് പ്രൈം അല്ല എന്നുള്ളതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ കയറും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് ഈ 91 93 ഒക്കെയും പ്രൈം ആയിട്ട് തോന്നും അല്ലേ? ഈ 91 93 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രൈം ആണല്ലോ നമുക്ക് തോന്നും, പക്ഷെ അത് പ്രൈം അല്ല. ആദിദേവ് ഇവിടെ 81 ഡിവൈഡ് ബൈ 9 85 ഡിവൈഡ് ബൈ 5 87 ഡിവൈഡ് ബൈ 3 ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് പ്രൈം നമ്പർ കണ്ടുപിടിക്കാം. മനസ്സിലായോ? അപ്പൊ 81 നമുക്കൊക്കെ നല്ലപോലെ അറിയണതാണ് അല്ലേ? 9 ഗുണം 9 എന്ന് പറയുന്നത് 81 ആണ്. നമ്മൾ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പഠിച്ചിട്ടുള്ളതല്ലേ അത്? 9 9s are 81. അപ്പൊ പിന്നെ ഇനി 81 പ്രൈം നമ്പർ ആകുന്നത് ഘടകങ്ങളില്ലേ? മനസ്സിലായോ? 9 ഗുണം 9 എന്ന് പറയുന്നത് 81 ആണ്. സോ 81 എന്തായാലും ഒരു പ്രൈം നമ്പർ അല്ല. അടുത്ത നമ്പർ നോക്കൂ, 85. 5ൽ അവസാനിക്കുന്ന നമ്പറുകൾ പൊതുവെ പ്രൈം നമ്പർ ആകാറില്ല. കാരണം അതിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? കറക്റ്റ് ആയിട്ട് 5 ഒരു പ്രൈം നമ്പർ ആണ്. 5 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്, കാരണം വേറെ നമ്പറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടില്ല. പക്ഷെ 5ൽ അവസാനിക്കുന്ന സംഖ്യകളെയൊക്കെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് നോക്കണം, ഈ തന്നിട്ടുള്ള നമ്പറുകളൊക്കെ ഏതെങ്കിലും നമ്പറുകൾ കൊണ്ട് റിമൈൻഡർ വരാത്ത രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ റിമൈൻഡർ വരാണ്ട് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതൊന്നും പ്രൈം അല്ല. ഇനി 81 പ്രൈം അല്ല എന്ന് പറഞ്ഞു. 85 5ൽ അവസാനിക്കുന്നതാണ്. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ കിട്ടും. അതും പ്രൈം അല്ല. 85 പ്രൈം അല്ല. 87 പ്രൈം നമ്പർ ആണോ? ഏത് രണ്ട് നമ്പറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്? ഏത് രണ്ട് നമ്പറുകൾ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 87 കിട്ടുന്നത്? വേഗം പറഞ്ഞോളൂ. 87 കിട്ടണമെങ്കിൽ നമ്മൾ ഏത് രണ്ട് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 87 പറയൂ, വേഗം പറയൂ. 87. ആ 85ന്റെ നമുക്ക് ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലെ? 87നെ ഏത് കൊണ്ട് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 87ൽ കറക്റ്റ് ആയിട്ട് നമുക്കുള്ള ആൻസർ കിട്ടും അല്ലെ? ഒന്ന് ചെയ്ത് നോക്കിയേ നിങ്ങള്. 87നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് എന്ത് വന്നു? 2 3s are 6. ബാക്കി 2 7 താഴേക്ക് ഇറക്കിട്ടു 27. 9 3s are 27. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 29 ഗുണം 3 ആണ് 87. മനസ്സിലായോ? അപ്പൊ 87 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. 15 ഗുണം 5 ആണ്. 15 ഗുണം 5 ആവില്ലല്ലോ. ആരോ കമന്റ് ബോക്സിൽ പറഞ്ഞത് കണ്ടതാണല്ലോ. മനസ്സിലായോ? അപ്പൊ 5 കൊണ്ട് അവസാനിക്കുന്ന നമ്പറുകൾ വന്നാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. നോക്കിയേ, 85നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ വരുന്നത്? 1 5s are 5. ബാക്കി 3. ഈ 3ൽ 5നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈ 5 താഴത്തേക്ക് ഇറക്കിട്ടു 7. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താ അതിന്റെ അർത്ഥം? 17 ഗുണം 5 ആണ് 85. പിന്നെ 81 നമുക്ക് ഓൾറെഡി അറിയാം. 9 ഗുണം 9 81 ആണെന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇതിൽ നമുക്ക് ഫാക്ടർ ചെയ്യാൻ പറ്റാത്ത സാധനം 83 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 83 ആണ് നമ്മുടെ പ്രൈം നമ്പർ. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ. നമുക്ക് ഇന്നത് തീർക്കണം. 20th ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ.
20. 20ാമത്തെ ക്വസ്റ്റ്യൻ പറയൂ വേഗം. ഇതില് 80,905 എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാ? 80,905. മലയാളമാണ് കേട്ടോ പാട്. ഇംഗ്ലീഷ് മീഡിയംകാർക്ക് എളുപ്പമാണ് ശരിക്കും പറഞ്ഞ ഈ നമ്പറൊക്കെ എഴുതാൻ. മലയാളം മീഡിയംകാർക്കാണ് കഷ്ടപ്പാട്. 905ഉം 9,005ഉം ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. 80,905 ഈസ് റെപ്രസെന്റഡ്. ഏത് നമ്പർ ആണത്? 1ആണോ 2ആണോ 3ആണോ 4ആണോ? 80,905. 80,905. കുറച്ച് പേര് 1 എന്ന് പറയുന്നുണ്ട്, കുറച്ച് പേരൊക്കെ 2 പറയുന്നുണ്ട്. 80,905. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എത്ര ഡിജിറ്റുള്ള നമ്പർ ആണെന്നുള്ളത് ആ വേർഡ്സിൽ നിന്ന് മനസ്സിലാക്കണം. 80,000 എന്ന് കണ്ടാൽ ഉറപ്പിച്ചോ 5 ഡിജിറ്റ് നമ്പർ ആണ്. 70,000, 20,000, 45,000 ഉറപ്പിച്ചോളൂ 5 ഡിജിറ്റ് നമ്പർ ആണ്. മനസ്സിലായോ? 5 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ ഇതിൽ തന്നിട്ടുള്ള 5 ഡിജിറ്റ് നമ്പർ ഏതാ? സെക്കൻഡ് ഓപ്ഷൻ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് പേരുടെ നെറ്റ് സ്ലോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങളതാ ഇപ്പൊ ഇടണുള്ളൂ. അപ്പൊ നിങ്ങളുടെ നെറ്റ് സ്ലോ ആയിട്ടാണോ? നിങ്ങളെ ബാക്കിലാണ് നിങ്ങളുടെ ഈ ഇത് കിടക്കുന്നതെങ്കിൽ ലാസ്റ്റിലേക്ക് വലിച്ചിട്ടിട്ട് ഈ ഇപ്പോഴത്തെ ഭാഗം ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ആദിദേവിന്റെ ഒക്കെ നെറ്റ് കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. അതെ, സിമ്പിൾ ആണ്. എല്ലാവരും എല്ലാവരും സിമ്പിൾ എന്ന് പറയുന്നത് തന്നെയുണ്ട്. സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്രേ ഉള്ളൂ, എത്ര ഡിജിറ്റ് നമ്പർ ആണ് അതൊന്ന് ശ്രദ്ധിക്കണം. അതാകണം ആകെ ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷമേ ബാക്കി നമ്പറുകളിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. അപ്പൊ 20ാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെയാണ്, അടിപൊളിയായിട്ട് കഴിഞ്ഞു. 21. അടുത്തതും ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. 16,813. 16,813. ഓക്കെ, 16,813. 16,830. ഞാൻ പറയുന്നത് 21ാമത്തെ ചോദ്യമാണ്. 21st ക്വസ്റ്റ്യൻ. 16,813. അപ്പൊ നിങ്ങൾ പറയുന്ന ആൻസർ 21 അല്ലേ? 813. 21ന്റെ ഉത്തരല്ലേ പറയുന്നത്? 21ന്റെ ഉത്തരത്തിലേക്ക് വന്നപ്പോ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടല്ലോ. കുറെ പേര് ദേ എ ആണ്, 1 ആണ്, 2 ആണ് എന്നൊക്കെ പറയണ്ടല്ലോ. എന്താ പ്രശ്നം? ശ്രദ്ധിച്ചു നോക്കൂ. 16 ലക്ഷത്തി എത്ര ഡിജിറ്റ് ഉണ്ട്? നിങ്ങൾ 16 ലക്ഷം എത്ര ഡിജിറ്റ് ഉണ്ട്? വേഗം പറയൂ. അതാണ് എനിക്ക് കിട്ടേണ്ടത് കേട്ടോ. 16 ലക്ഷത്തിന് എത്ര? 16 ലക്ഷത്തി എന്നാണ് തുടങ്ങുന്നത്. 16 lakh എന്നാണ് തുടങ്ങുന്നത് അല്ലെ? 16 lakh എന്ന് തുടങ്ങിയാൽ അതിന് എത്ര ഡിജിറ്റ് ഉണ്ട്? അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കൂ. 16 ലക്ഷത്തിന് എത്ര ഡിജിറ്റ് ഉണ്ട്? ആൻസർ ഒക്കെ അവിടെ നിൽക്കട്ടെ. എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് പറ. അത് പറ വേഗം. 16 ലക്ഷത്തിന് എത്ര ഡിജിറ്റ് ഉണ്ട്? അതാണ് എനിക്ക് അറിയേണ്ടത്. 7. ദസേറ പറഞ്ഞിട്ടുണ്ട് 7 എന്ന്. അവിടെ വേറൊന്നും ഇല്ല. ഞാൻ ഇവിടെ വേറൊന്നും എഴുതിയിട്ടില്ല. അത്ര തന്നെ ഉള്ളൂ. 4 ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. ഞാനൊന്ന് നീങ്ങിയിരിക്കാം. ശ്രീനന്ദ പറഞ്ഞിട്ടുണ്ട് 7 എന്ന്. പിന്നെ സുനിജ ബിജു എന്ന് പറയുന്നത് ആരാണ്? ഞാൻ പറയാം. ഗൗരി. യെസ്, 7. കൃഷ്ണേന്ദു 7 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവനി പറഞ്ഞു 7. ഓക്കെ. മിലൻ 7, യദു 7, അനുശ്രീ പറയണു 6. അതുപോലെ ഷഹീറ എന്ന് പറയുന്നത് ആരാണ്? ഷഹീറ പറയുന്നുണ്ട് 6 ഡിജിറ്റ് ഉള്ളൂന്ന്. കുറച്ചു പേർക്കൊക്കെ 7 ഡിജിറ്റ്, കുറച്ചു പേർക്കൊക്കെ 6 ഡിജിറ്റ്. അതെങ്ങനെയാ?
7 അല്ലേ? നിങ്ങൾ എണ്ണി നോക്കൂ. ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം അല്ലേ? 7 ഡിജിറ്റ് അല്ലേ ഉള്ളത്? അതാദ്യം ശ്രദ്ധിക്കണം. 7 ഡിജിറ്റ് ആണ്. 16 lakh അല്ലെങ്കിൽ 99 lakh വരെ 7 ഡിജിറ്റ് ആണ് ഉള്ളത്. മനസ്സിലായോ? 10 lakh തൊട്ട് 99 lakh വരെ വരുന്ന സാധനങ്ങൾക്കൊക്കെയും 7 ഡിജിറ്റ് ആണ് ഉള്ളത്. 9 lakhs വരെ ഉള്ളതിനാണ് 6 ഡിജിറ്റ് വരുന്നുള്ളൂ. 10 ലക്ഷം തൊട്ട് വന്നു കഴിഞ്ഞാൽ 7 ഡിജിറ്റ് ആണ്. കാരണം നമ്പേഴ്സ് മാറിയില്ലേ? രണ്ടക്ക സംഖ്യയായില്ലേ? 11, 12, 13, 14 എന്നൊക്കെ പറഞ്ഞ ഇരട്ട സംഖ്യകളുടെ ലക്ഷങ്ങളല്ലേ? അപ്പൊ അതിന് 7 അക്ക ഉണ്ട്. ഇവിടെ തന്നിട്ടുള്ളതിൽ ഏത് നമ്പറിനാ 7 അക്ക ഉള്ളത്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? വേഗം പറഞ്ഞോളോ. റൈറ്റ്. അപ്പൊ കുറെ പേര് നേരത്തെ ആൻസേഴ്സ് പറഞ്ഞിരുന്നു. കൃഷി, വാദിദേവ്, റൈറ്റ്, എല്ലാവരും കുറെ പേര് നേരത്തെ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയേ, ഏതിനാണ്? മൂന്നാമത്തെയാണല്ലേ ഓപ്ഷൻ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. 16 ലക്ഷത്തി എന്ന് പറഞ്ഞിട്ട് നേരെ 800ലേക്ക് പോയിക്കണേ. നിങ്ങളിപ്പോ ഇതിനെ തന്നിട്ടുള്ള നമ്പർ മാത്രം അങ്ങോട്ട് ഇങ്ങനെ എടുത്ത് എഴുതി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ 16ഉം 813 തന്നേക്കണേ. 16ഉം 813ഉം 16 813 ഉത്തരം. അങ്ങനെയല്ല വരേണ്ടത്, തെറ്റാണ്. 16 ലക്ഷത്തി പിന്നെ 813 വന്നിട്ടുള്ളത് 800ന്റെ സ്ഥാനത്ത്. അതിന്റെ ഇടയില് 7 അക്കം തികയ്ക്കാനായിട്ട് എത്ര പൂജ്യം ഇടണം? 2 പൂജ്യം കൂടി ഇട്ടാലാണല്ലേ ഇത് 7 അക്കം തികയുള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ആദ്യം തന്നിട്ടുള്ള 16 എന്ന് എഴുതി. ഇതൊന്ന് മാറ്റിട്ടെ. ആദ്യം നമ്മൾ തന്നിട്ടുള്ള 16 ലക്ഷത്തി ആണെങ്കിൽ അതായിരിക്കുമല്ലോ തുടക്കം. തുടക്കം കിട്ടിയല്ലോ. 16 ലക്ഷത്തി 16 എന്ന് എഴുതി. അടുത്ത് തന്നിട്ടുള്ളത് ഏതാ? 813 എന്ന് വെച്ചിട്ട് 8 16ന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എഴുതരുത്. 8 എന്ന് പറയുന്നത് 100ന്റെ പ്ലേസിലാണ് അല്ലേ? 800 800 100ന്റെ പ്ലേസിലാണ്. അപ്പൊ 16 ലക്ഷത്തി എന്ന് എഴുതി. 800ന്റെ പ്ലേസിൽ 8 13 എഴുതി. അപ്പൊ അത് മൊത്തം 5 ഡിജിറ്റ് ആയി. 7 ഡിജിറ്റ് ആവാൻ 2 പൂജ്യം കൂടി ഇടുക. ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? 21 ചോദ്യങ്ങളും അടിപൊളിയായിട്ട് ക്ലിയർ ആയതാ. നമ്മളപ്പോ എത്ര ക്വസ്റ്റ്യൻസ് ആയി ഡിസ്കസ് ചെയ്യണു? 21 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് നമ്മള്. 21. അപ്പൊ അത്ര അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട്. അത് ഞാൻ അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആരുടെയോ ബർത്ത്ഡേ, ഉണ്ണിയുടെ ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. അതെല്ലാവരും ഇനി അതിലേറ്റ് പിടിക്കണ്ട. അതിന്റെ മെസ്സേജിലേക്ക് ഇനി വേറെ ആരും പോവാനും ഇതാക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. ഓക്കെ. ഷൗഹാൻഡ് ഞാൻ തോന്നുന്നു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോളൂ ഉണ്ണീനോട്. അപ്പൊ ഇതുവരെയുള്ളതൊക്കെ ക്ലിയർ ആണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എനിക്കറിയാം ഒരു 6 മിനിറ്റ് ബാക്കിയുള്ളൂ. എന്നാലും നമുക്ക് വേഗം ഡിസ്കസ് ചെയ്യാം. 6 മിനിറ്റില്ലേ അല്ലേ? നമ്മൾ എക്സാം എഴുതാതിരിക്കുമ്പോ നിങ്ങൾക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ എഴുതുമ്പോ 1 മിനിറ്റ് മിസ്സേ എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എക്സാം എഴുതുന്നത്. അപ്പൊ നമുക്ക് 6 മിനിറ്റ് വലിയ കാര്യം. ഇതാ ലാസ്റ്റത്തെ അല്ല, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അയ്യോ, പ്ലേസ് വാല്യൂ ഓഫ് 5 in 214.56 214.56. അത് കുറച്ച് പ്രശ്നം അല്ലേ? നമുക്ക് സാധാരണ വൺസ് തൊട്ട് വരുന്നതിന്റെ പ്ലേസുകൾ അറിയാം അല്ലേ? ടെൻസ് ആ വണ്ണിനാണ് പോയിന്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ കഴിഞ്ഞ് വരേണ്ടതിന്റെ നമ്മൾ എന്താ ചെയ്യാ? ഏതാണ് ആൻസർ? ഞാൻ അത് ആദ്യം ഒന്ന് പറയാം. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ചിലപ്പോ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. ഒരു നമ്പർ തന്നിട്ട് അതിന്റെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. നോക്കിയേ, പോയിന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 4-5 ഡിജിറ്റ് തന്നെങ്കിൽ ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 9 into 0.1. ശ്രദ്ധിക്കുക, പോയിന്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ ആണെങ്കിൽ 0.1 ആണ് ഇതിന്റെ സ്ഥാനം.
അതിന്റെയും അപ്പുറത്ത് കിടക്കുന്നതാണെങ്കിൽ 0.01. ഈ പോയിന്റിൽ നിന്ന് എത്ര അകലത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ സ്ഥാനം നിർണ്ണയിക്കുന്നത്. മനസ്സിലായോ? ആ തന്നിട്ടുള്ള പോയിന്റിൽ നിന്ന് എത്ര അകലത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ സ്ഥാനം നിർണ്ണയിക്കുന്നത്. ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്താ കിടക്കണതെങ്കിൽ, ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു നമ്പർ ആണെങ്കിൽ അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 0.1. അതിന്റെ അപ്പുറത്ത് കിടക്കാന്ന് പറഞ്ഞത് 2 സ്ഥാനത്തേക്ക് നീങ്ങിയില്ലേ? അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് 0.1. വീണ്ടും ഇതിന്റെ അപ്പുറത്ത് കിടക്കുന്ന നമ്പർ ആണെങ്കിലോ 0.001. മനസ്സിലായോ? തൊട്ടടുത്ത് കിടക്കണേന് 0.1, ഇവിടെ അതിന്റെ അടുത്ത് കിടക്കണേന് 0.01, അതിന്റെ അപ്പുറത്ത് കിടക്കുന്ന നമ്പർ 0.001. അപ്പൊ അതിന്റെ അടുത്ത് കിടക്കണതോ 0.0001. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ സ്ഥാനം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അത് നിങ്ങൾക്ക് അത്ര ഇങ്ങോട്ട് നോക്കണ്ട. നമ്മൾ ഡെസിമൽ പഠിക്കുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പഠിക്കാം നമുക്ക്. അതാരും പേടിക്കണ്ട. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പോയിന്റ് കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന ഡെസിമൽസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കിടക്കുന്നതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ആ നമ്പർ ഇൻറ്റു 0.1. അതിന്റെ അപ്പുറത്താണെങ്കിലോ ആ നമ്പർ ഇൻറ്റു 0.01. അതിന്റെ അപ്പുറത്ത് വന്നാലോ ആ നമ്പർ ഇൻറ്റു 0.001. അപ്പൊ ഈ പോയിന്റിന്റെ അടുത്ത് നിന്ന് എന്തോരം നീങ്ങി പോകുന്നുണ്ടെന്നനുസരിച്ചിട്ട് അതിന്റെ ഈ പോയിന്റ് കഴിഞ്ഞുള്ള സീറോകളും കൂടി വരും. ഓക്കെ, അപ്പോ ഓൾമോസ്റ്റ് ടൈം ആയല്ലോ. ഇനിയും നമുക്കൊരു 8 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ മൊത്തം 30 ക്വസ്റ്റ്യൻ ആണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. 8 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, 8 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വർക്ക്ഷീറ്റിൽ ആഡ് ചെയ്തിട്ട് തരും. എന്നിട്ട് നിങ്ങൾ അത് തന്നെ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒട്ടും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് അടുത്ത ക്ലാസ്സിൽ ചോദിക്കും. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ പുതിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഇനി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത അടുത്ത ക്ലാസ്സിൽ ഞാൻ പുതിയ ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 22 ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് ക്ലിയർ ആയെങ്കിൽ വേഗം വരട്ടെ. വേഗം ഹാർട്സ് വരട്ടെ. എനിക്ക് ഹാർട്സ് എത്ര സമയമായാലും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് പറഞ്ഞാലാണ് ഞാൻ നിർത്തുള്ളൂ. അപ്പൊ ഹാർട്സ് വരട്ടെ. അപ്പൊ ഈ 22ാമത്തെ ആൻസർ 3 ആണ് കേട്ടോ. 3 ആണ് ആൻസർ. കാരണം 214.56 എന്ന് പറയുന്നിടത്ത് പോയിന്റ് കഴിഞ്ഞ് തൊട്ടടുത്തല്ലേ 5 കിടക്കുന്നത്. അപ്പൊ 5 ഇൻറ്റു ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 0.1. അപ്പൊ ആൻസർ എന്താ? 5 ഇൻറ്റു 0.1. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, 3 ആണ് ആൻസർ. ഓക്കെ, വേഗം വരട്ടെ. ഇത്ര പോരാ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്തുള്ളൂ, അല്ല ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ലക്ഷ്മി ഗായത്രി, സോറി കേട്ടോ, ഞാൻ പേര് കണ്ടിരുന്നു. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കാൻ പറ്റാണ്ടാണ് കേട്ടോ. വേഗം പറയൂ, വേഗം ഹാർട്സ് വരട്ടെ. അപ്പോഴേക്കും എന്താ ബായ് ഒക്കെ പറഞ്ഞു പോണേ? ഹാർട്സ് വരട്ടെ. ഇതുവരെയുള്ളതെല്ലാം ക്ലിയർ ആയി. അപ്പൊ നമ്മുടെ ന്യൂമറിക് സിസ്റ്റം നമ്പേഴ്സ് ഇത് അവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ ഒഫീഷ്യലി അവസാനിപ്പിച്ചിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങൾ തന്നെ ചെയ്യും, നിങ്ങൾ തന്നെ ആൻസർ കണ്ടുപിടിക്കും, അല്ലേ? ഇത്ര ഹാർട്സ് ഒന്നും പോരാട്ടോ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായുള്ളൂ. അപ്പോ ഹന്ന തോമസ്, ഹന്ന കുറെ ഹാർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. യെസ് യുദി. ലക്ഷ്മി ഞാൻ വിളിച്ചല്ലോ. ലക്ഷ്മി ഗായത്രി ഞാൻ പേര് വിളിച്ചു, കേട്ടില്ലേ? വേഗം വരട്ടെ ഹാർട്സ് ഒക്കെ. ആവേശമായിട്ട് വരുന്നുണ്ട്. എന്നാലും 91 പേരുടെ ആവേശമൊന്നും കാണാനില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രീ പാർവതി ഞാൻ പേര് വിളിച്ചിട്ടില്ല എന്നുള്ളതിൽ ആരും സങ്കടപ്പെടണ്ട കേട്ടോ. നമ്മൾ ഇനിയും കാണാൻ പോവല്ലേ. അപ്പൊ നമുക്ക് ഇനിയും പേരൊക്കെ വിളിച്ച് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ നമ്പേഴ്സ് ആൻഡ് ന്യൂമറിക് സിസ്റ്റം എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.